എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് തിങ്കളാഴ്ചത്തേന് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകളാണ്. ഏകദേശം 15 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്ന രീതിയിൽ ട്രേഡിന് ചാൻസ് കിട്ടിയാൽ നമ്മൾ എൻട്രി എടുക്കുക. ഞാൻ ചെയ്യുന്ന രീതിയുടെ വീഡിയോ വന്നിട്ട് ഐ ബട്ടണിൽ ഇട്ടേക്കാം. അപ്പം അത് പുതുതായിട്ട് വരുന്നവർ അത് കണ്ടിട്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് മാത്രം ട്രേഡ് എടുക്കുക. ഇപ്പം തിങ്കളാഴ്ചത്തേനുള്ള ഈ ഷെയറിനകത്ത് ഏറ്റവും ഈ ടാറ്റ കെമിക്കൽ 2 ദിവസമായിട്ട് നല്ല ഹെവി മൂവ്മെൻറ്റാണ്. ഇന്നതിൻ്റെ ഹൈ റേഞ്ചിൽ 4349 ഹൈ ആണ്. ആ ഹൈ റേഞ്ചിൽ നല്ല 45 മുതൽ നല്ലൊരു സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഷെയറാണ് നാളത്തെ തിങ്കളാഴ്ച വന്നിട്ട് അഥവാ ഈ റേഞ്ചിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുകയാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ച് വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഒരു 1330 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് വോളിയം ഇത് വെച്ച് നോക്കുമ്പോൾ 1330 റേഞ്ച് ആ റേഞ്ചിലൊക്കെ വരാനേ ചാൻസ് ഉള്ളൂ. എന്തായാലും നോക്കാം. നോർമൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ റേഞ്ചിന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ ഇപ്പോൾ ഒരു 1330-35 റേഞ്ചിലൊക്കെ വന്നിട്ട് 30 താഴോട്ടൊക്കെ ഇറങ്ങുന്നതാണ്ട ചാൻസ് നമുക്ക് എടുക്കാം, ആ റേഞ്ച് സെല്ലിങ് വന്നതുകൊണ്ട്. അതുപോലെ ഈ അതുലോട്ടോ ശ്രദ്ധിക്കുക. അതുലോട്ടോ ഈ 594-600 റേഞ്ചിലൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ 600 വന്നിട്ട് അല്ലെ 595-96 വന്നിട്ട് ഈ 590 താഴോട്ട് പോകണമെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ ടോക്കിയോ ഫ്ലാഷ് എന്ന് പറയുന്ന ഈ ഷെയർ അതിൻ്റെ ആവറേജ് വന്ന് തിരിയുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ 120 മുകളിൽ വന്നിട്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ട് ചാൻസ് എടുക്കാം. അതല്ല എങ്കിൽ R1 അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, ഇത് രണ്ടും ഏകദേശം ഒരേ സ്ഥലത്താണ്. അപ്പോൾ ഈ ലെവൽ വന്ന് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ ഗ്രാഫൈറ്റ് ശ്രദ്ധിക്കുക. ഗ്രാഫൈറ്റും 656 R1 റേഞ്ചൊക്കെ വന്നിട്ട് ഇറങ്ങുന്നുണ്ട് ചാൻസ് എടുക്കാം, ഇതിനകത്ത് എടുക്കാം. അതുപോലെ സെൻസാർ ടെക്നോളജി കയറിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമൽ ഫുൾ ടൈം മാർക്കറ്റ് നോക്കിയിരിക്കുന്നവർക്കാണ് ഇതിനകത്ത് ചാൻസ് എടുക്കാൻ പറ്റും. സ്കാൾപ്പിംഗ് രീതിയിലാണെങ്കിലും ചാൻസ് എടുക്കാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഈ റേഞ്ചിൽ നിന്നൊക്കെ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വിട്ടേക്കുക. ഷോർട്ട് സെയിൽ ചെയ്യുന്നവരത് വിട്ടേക്കുക. അപ്പോൾ ഈ റാലീസ് എന്ന് പറയുന്ന ഈ ഷെയറും ഈ R1 റേഞ്ചിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങിയ നല്ല ചാൻസ് ആയിരിക്കും. നാഹർ ക്യാപിറ്റൽ അതിനകത്തും അതിൽ വോളിയം കുറവാണ്. പക്ഷേങ്കിൽ നമ്മൾ നോക്കിയേ ചെയ്യാവൂ. നമുക്ക് ചാൻസ് ഒന്നുകിൽ 350 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നതാകുമ്പോൾ എൻട്രി എടുക്കുക. ഹെവി മൂവ്മെൻറ്റ് കണ്ടാൽ നമ്മളൊരു ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഈ ഒരു 350 രൂപയുടെ ഷെയർ 350 നേരെ 353, 55 അങ്ങനെ ജമ്പ് ചെയ്തും ട്രേഡ് നടക്കുമ്പോൾ കഴിവതും ഒഴിഞ്ഞ് നിൽക്കുക. അതല്ല എങ്കിൽ നമുക്ക് ലെവൽ വന്നിട്ട് ഇറങ്ങുന്ന ടൈമിൽ സ്കാൾപ്പിംഗ് രീതിയിൽ പെട്ടെന്ന് ട്രേഡ് എടുത്ത് മാറുക. അല്ലാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഷെയറുകൾ. അതിനുശേഷം ഈ ഗോഡ്ഫ്രേ ഫിലിപ്പ് ശ്രദ്ധിക്കുക. ഗോഡ്ഫ്രേ ഫിലിപ്പ് ഒരു 3500 റേഞ്ചൊക്കെ വരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. ആ റേഞ്ചിലൊക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനകത്തൊന്നും അധികം ശ്രദ്ധിക്കേണ്ട. ആ റേഞ്ചൊക്കെ വരുവാണെങ്കിൽ മാത്രം നോക്കി ചെയ്യുക. ഈ കെംഫാബും ലോഡ്സ് ക്ലോറൊക്കെ 20% അപ്പർ സർക്യൂട്ട് അടിച്ചിരിക്കുന്ന ഷെയർ. അപ്പോൾ ഈ ഷെയറുകളിനകത്തൊക്കെ ഇത് കെംഫാബിൻ്റെ R1 667, ഈ 667 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങിയാൽ നല്ല ചാൻസ് ആയിരിക്കും ഓപ്പണിങ്ങിലൊക്കെ. അതല്ല പതുക്കെ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് ഈ റേഞ്ച് കട്ട് ചെയ്ത് പതുക്കെ മൂവ്മെൻറ്റ് വന്ന് കട്ട് ചെയ്താലും ലെവലിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കോൺകോഡ് ബയോ എന്ന് പറയുന്ന ഈ ഷെയറും 1600 റേഞ്ചിൽ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ലാസ്റ്റ് ടൈമിൽ നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയറാണ് ഇതൊക്കെ. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാറ്റ കെം, റാലിസ്, ഈ കെംഫാബെ, അതിൽ ഈ KPIL കൽപ്പതാരു പവർ എന്ന് പറയുന്ന ഈ ഷെയർ,
ഇതും നമുക്കൊന്ന് 1100 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ലെവൽ കട്ടിയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് നോക്കി പുതിയതായിട്ട് വരുന്നവർക്ക് അത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവോ. കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ലൈവ് മാർക്കറ്റ് അത്ര ഈസി അല്ലത്. നിഫ്റ്റി ആണെങ്കിൽ ഇന്ന് ഫ്ലാറ്റ് ഇതായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിഫ്റ്റി കുറച്ച് മൈനസിൽ, പക്ഷെങ്കിൽ തിരിച്ച് വീണ്ടും കയറാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൺഡേയിലെ ഷെയറിന് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് തന്ന ചാൻസ് തന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ 12 ഷെയർ ആയിരുന്നു എടുത്തിരുന്നത്. ആ 12 ഷെയറിൽ 5-6 എണ്ണം നമുക്ക് നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ലോട്ടസ് ഐ കണ്ടില്ലേ, നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ R1 പ്രീവിയസ് ഡേ ഒരു ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങിയപ്പോൾ നമുക്കിവിടെ എൻട്രി എടുക്കാം. 74-74 റേഞ്ചിലെടുത്താൽ നമുക്ക് 67 വരെ. ഇത്രയും ഷെയറിനകത്ത് നല്ല ഹ്യൂജ് പ്രോഫിറ്റാണത്. അതുപോലെ തന്നെ ഈ ടാറ്റയ്ക്കും ഹെവി മൂവ്മെൻ്റ് നമുക്ക് അതിനകത്ത് ചാൻസ് തീരെ കുറവാണ്. നല്ല എക്സ്പീരിയൻസ് ആയവർക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ഒരു ലെവൽ കാണുമ്പോൾ നമുക്ക് വീക്ക്നെസ് കാണുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അതുപോലെ എക്സിക്കോമ, ഇതാണ് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞ ഷെയർ. ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 പോയതിന് ശേഷം R1 കട്ട് ചെയ്തിറങ്ങി. നമ്മളിപ്പോൾ 253 റേഞ്ചിൽ എൻട്രി എടുത്താൽ 248-46 ലാസ്റ്റിലായപ്പോഴത്തേന് അത് 235 വരെ വന്നു. ഏകദേശം 17 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് ആ ഷെയറിനകത്തുണ്ടായിരുന്നു. അതുപോലെ 20 മൈക്രോണിനകത്ത് ചാൻസ് ഇല്ല. സൈൻ പോസ്റ്റിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 അടിച്ചു, തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു. 457 റേഞ്ച് എടുത്താൽ 437, 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. സത്ന എന്നുള്ള ഷെയർ, അതിനകത്ത് ഏകദേശം അടുത്ത് വരെ ഞാൻ ഈ പറയുന്നത് ചാൻസ് തരുന്നില്ല എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ അത് ഹെവി ആയിട്ട് മുകളിൽ പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഈ ലെവൽ വന്നിട്ടില്ല. കൂടുതലും ഈ പ്രീവിയസ് ഡേ ഹൈ പോലും വരാതെ ഇറങ്ങിപ്പോകുന്ന ഷെയറുകളാണ്. ഡോളറും കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല, അതിന് താഴെ അങ്ങ് പോവാം. കേംബ്രിഡ്ജ് ടെക്നോളജി എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ്ങിൽ ഹൈ പോയി R1 അടിച്ചില്ല, ഇവിടെ ഹൈ അടിച്ചതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്താൽ നമ്മളിവിടെ എൻട്രി എടുക്കും. 125, 60, 70 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്ന എത്ര, 129 മുകളിൽ അല്ലെങ്കിൽ 130 റേഞ്ചിൽ. പക്ഷെങ്കിൽ ഇത് നമ്മളെ ലാസ്റ്റ് ടൈം വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല. ലാസ്റ്റ് ടൈം വരെ നമ്മൾ എടുത്ത റേഞ്ചിന് മുകളിലോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടോ നിന്നു നമുക്ക് ഏറ്റവും ലാസ്റ്റിലാണ് ചാൻസ് വരുന്നത്. കണ്ടില്ലേ, നമ്മൾ 125-70 എടുത്താൽ നമുക്ക് 118 സംതിങ് വരെ വരുന്നുണ്ട്. പക്ഷേ ഇത്രയും വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ചില ഷെയറിനകത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, മൂവ്മെൻറ്റ് കിട്ടത്തില്ല നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷം. സാഗാർ എന്ന് പറഞ്ഞ ഷെയർ ഫ്ലാറ്റ് ഓപ്പണിങ് ഇച്ചിരി അപ്പിൽ ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും. ഈ റേഞ്ചിൽ 414-50 എൻട്രി എടുത്താൽ ഇവിടെ എൻട്രി എടുത്താൽ നോക്കിയേ 399 വരെ ഏകദേശം 15 രൂപ പ്രോഫിറ്റ് ഉണ്ട്. നാറ്റ്കോ ഫാർമയ്ക്കകത്തും നല്ല പ്രോഫിറ്റ് ചാൻസ് ഇതുകൊണ്ടില്ലേ. ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 പോയില്ല, തിരിച്ച് വന്ന് പ്രീവിയസ് ഡേ ഹൈ അഡ്ജസ്റ്റ് തൊട്ട് വീണ്ടും ബൗൺസായി. ഈ ബൗൺസായപ്പോൾ ഹൈ അടിക്കുന്നില്ല, തിരിച്ച് ഇവിടെ വന്ന് കട്ടായി. നമ്മൾ ഈ ലെവലിൽ എൻട്രി ചെയ്യണം. 1029 എൻട്രി ചെയ്താൽ 1008 വരെ 20-21 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ്.
പിന്നെ കിർലോസ്കർ ബ്രദർ ഞാൻ ബൈ ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പോയി. ഓപ്പണിങ് ഡൗണിൽ, അതായത് അതിൻ്റെ ആവറേജിന് താഴെ 93 ആയിരുന്നു അതിൻ്റെ ആവറേജ്. ഇതുണ്ടല്ലേ 94, 90 ആ റേഞ്ചിലായിരുന്നു ഓപ്പണിങ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, ഈ 94-ന് താഴെ ഓപ്പൺ ആയിട്ട് തിരിച്ച് താഴെ എവിടെ വേണമെങ്കിലും പോകോട്ട് പോകും, പക്ഷേ തിരിച്ച് ഈ ലെവൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. ബൈ ചാൻസ് ആയിരുന്നു പറഞ്ഞു. കൃത്യമായിട്ട് തന്നെ അത് മുകളിലോട്ട് കുറച്ച് നല്ല രീതിയിൽ കയറി പോവുകയും ചെയ്തു. പിന്നെ ലാസ്റ്റ് ഈ റേഞ്ചിൽ തന്നെ ക്ലോസ് ആയി. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. ഓപ്പണിങ് ഇവിടെ വന്നു, ലോ ഇവിടെ അടിച്ചു, 1072 വരെ അടിച്ചു. നമ്മളവിടെ എങ്ങോട്ട് എഴുതും, നമ്മൾ 94 മുകളിൽ തന്നെ ഈ റേഞ്ചിന് മുകളിലോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കും. 94 മുകളിൽ പോയിട്ട് എവിടം വരെ പോയി, 1129 വരെ പോയി. ഏകദേശം 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട് ബൈയിങ്ങിൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിൽ. അപ്പോൾ മൺഡേ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.